സി യു അറ്റ് വർക്ക് ടുമോറോ എപ്പിസോഡ് 6 ആരംഭിക്കുന്നത് ജിയോൺ സിവോവിനോട് താൻ ടാസ്ക് ഫോഴ്സിൽ നിന്ന് പിന്മാറാൻ പോവുകയാണെന്ന് പറയുന്നതോടെയാണ്. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്നത് തനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നുവെന്ന് അവൾ തുറന്നു പറയുന്നു. ഇത് കേട്ട സിവു തന്റെ സുഹൃത്തായ സങ്മിന്നിന്റെ ബാറിലേക്ക് മടങ്ങുകയും തന്റെ വികാരങ്ങൾ തുറന്നു കാട്ടുന്നതിലൂടെ താൻ അതിരു കടന്നോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. തന്റെ പ്രണയവികാരങ്ങൾ അവളോട് തുറന്നു കാണിക്കുന്നത് കാരണം ജിയൂൺ അസ്വസ്ഥയാണെന്നാണ് അദ്ദേഹം കരുതുന്നത്. പിറ്റേന്ന് രാവിലെ നോവാക്കി സിവോവിൽ നിന്ന് ഒരു മെസ്സേജ് ലഭിക്കുന്നു. ടാസ്ക് ഫോഴ്സിലേക്ക് അവൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്നും ഒരാളെ ഒഴിവാക്കാനല്ല, ജോലിയുടെ ആവശ്യത്തിനാണ് ടീം മാറ്റമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അതേസമയം ജിയൂൺ ഇന്ന് അവധിയിലാണെന്ന് സിവോവിന് മെസ്സേജ് വരുന്നുണ്ട്. ഓഫീസിൽ പോകാതെ ജിയൂൺ തന്റെ സുഹൃത്തായ ഹേജിക്കൊപ്പം വിവാഹ വസ്ത്രം വാങ്ങാൻ പോകുന്നു. ഉച്ചഭക്ഷണത്തിനിടെ തന്റെ ബോസായ അതേസമയം തന്റെ മെന്ററുടെ മുൻ ഭർത്താവായിരുന്ന വ്യക്തിയോട് തനിക്ക് പ്രണയമുണ്ടെന്ന് അവൾ സമ്മതിക്കുന്നു. പക്ഷേ അത്തരമൊരു അനിശ്ചിതമായ ബന്ധത്തിലേക്ക് കടക്കാൻ തനിക്ക് ഭയമാണെന്നും അവൾ വ്യക്തമാക്കുന്നുണ്ട്. വൈകുന്നേരം വീട്ടിലെത്തിയ ജിയോൺ വാതിൽക്കൽ സീവു കാത്തു നിൽക്കുന്നത് കാണുന്നു. അവൾക്ക് ഇഷ്ടമുള്ള ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ക്രോസാൻഡ് നൽകി. അവളില്ലാതെ ഓഫീസ് താറുമാറായി പോയെന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം താൻ അവളെ ഒരു സഹപ്രവർത്തകയായി മാത്രമാണ് കാണുന്നതെന്നും ഇതുവരെ നടന്നതെല്ലാം ഒരു നല്ല സഹപ്രവർത്തകയോടുള്ള കരുതൽ മാത്രമായിരുന്നുവെന്നും പറഞ്ഞ് തന്റെ യഥാർത്ഥ വികാരങ്ങൾ മറയ്ക്കാൻ സീവു ശ്രമിക്കുന്നു. അതു കേട്ട് ജിയും പുറമെ ശാന്തമായി പെരുമാറി താൻ വീണ്ടും ജോലിക്ക് വരാമെന്ന് പറയുന്നുവെങ്കിലും ദേഷ്യത്തോടെ മുകളിലേക്ക് കയറി പോകുന്നു. എന്തുകൊണ്ടാണ് അവൾക്ക് ഇത്ര വിഷമമെന്ന് സീവുവിന് മനസ്സിലാകുന്നില്ല. അടുത്ത ദിവസം ഇരുവരും ഓഫീസിൽ വളരെ ഔപചാരികമായി പരസ്പരം അഭിവാദ്യം ചെയ്യുന്നു. പുതിയ ടീം അംഗങ്ങളായ കീത്തയും നാരിയും ടീമിൽ ചേരുന്നു. അതേസമയം ലീ നോവായെ വീക്കെൻഡിൽ സർഫിങ്ങിന് ക്ഷണിക്കുകയും മുൻ കാമുകനായ ഗു വോണിനെ നേരിടാൻ ധൈര്യം നൽകുകയും ചെയ്യുന്നു. സീവുവും ജിയോണും തമ്മിലുള്ള അസ്വസ്ഥത നാരി പെട്ടെന്ന് തിരിച്ചറിയുന്നു. അതിനാൽ എല്ലാവരും ഒരുമിച്ച് അടുക്കാനായി ഒരു ടീം ട്രീറ്റ് നടത്താമെന്ന് നാരി നിർദ്ദേശിക്കുകയും സീവു അതുടൻ സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷേ ജിയോണിന് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. വീക്കെൻഡിൽ നോവായും ലീയും സർഫിംഗ് ആസ്വദിക്കുന്നതിനിടെ ഗുവോണിനെയും അദ്ദേഹത്തിന്റെ പുതിയ കാമുകിയെയും കണ്ടുമുട്ടുന്നു. ഗുവോൺ നോവായെ തന്റെ കസിൻ ആണെന്നാണ് കാമുകിയോട് പറഞ്ഞിരുന്നതായി മനസ്സിലാകുന്നു. അതോടെ ലീ നോവായുടെ കാമുകനായി അഭിനയിക്കുകയാണ്. അവസാനം യഥാർത്ഥ പ്രതികാരം ഗുവോണിനേക്കാൾ സന്തോഷത്തോടെ ജീവിക്കുന്നതാണെന്ന് പറഞ്ഞ് നോവ അവരെ വിട്ട് അവിടെ നിന്നും മടങ്ങുന്നു. വീട്ടിലെത്തിയ ശേഷം നോവ നടന്നതെല്ലാം സഹോദരി ദാറയോട് പറയുന്നു. എല്ലാം കേട്ട ദാറ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു. ഇതിനിടെ ജിയോണും ടീമും ട്രീറ്റിനായി എത്തുന്നു. അവിടെ വെള്ളം വാങ്ങേണ്ട സാഹചര്യം വരികയാണ്. ഇരുവരും തമ്മിലുള്ള അകലം മനസ്സിലാക്കിയ കീത്തെ സീവുവിനെയും ജിയോണിനെയും ഒരുമിച്ച് പോകാൻ നിർബന്ധിക്കുന്നു. പക്ഷെ സീവു താൻ ഒറ്റയ്ക്ക് പോയാൽ മതിയെന്ന് പറയുകയാണ്. ഇരുവരും പരസ്പരം മറ്റേയാൾ അസ്വസ്ഥനാണെന്ന് കരുതി വീണ്ടും തെറ്റിദ്ധാരണയിൽ അകപ്പെടുന്നു. ശേഷം ടീം ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വീട്ടിലെ എല്ലാ സ്മാർട്ട് ഉപകരണങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഹോം AI സംവിധാനത്തിന്റെ പ്രധാന കേന്ദ്രമായി ഫ്രിഡ്ജിനെ ഉപയോഗിക്കാമെന്ന ആശയം ജിയൂൺ അവതരിപ്പിക്കുന്നു. എല്ലാവരും ആ ആശയം പ്രശംസിക്കുകയും അതിലെ പ്രധാന ഉത്തരവാദിത്വം സീവു ജിയൂണിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. രാത്രിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് അല്പസമയം ആഘോഷിക്കുന്നു. പിന്നീട് ഇരുവരും തനിച്ചായപ്പോൾ ജിയൂൺ ടാസ്ക് ഫോഴ്സ് വിടാൻ തീരുമാനിച്ചതിന്റെ യഥാർത്ഥ കാരണം പറയാൻ സീവു ആവശ്യപ്പെടുകയാണ്. പ്രൊജക്ട് കഴിഞ്ഞാൽ അദ്ദേഹം അമേരിക്കയിലേക്ക് മടങ്ങുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് താൻ അകന്നു നിന്നതെന്ന് ജിയോൺ തുറന്നു പറയുന്നു. നല്ല സഹപ്രവർത്തകർ പിന്നീട് പോലും ബന്ധം തുടരുമെന്ന് അവൾ വിശ്വസിക്കുന്നുവെന്നും പറയുന്നു. എന്നാൽ ഇത് കേട്ട സീവു എന്നാൽ എന്നോട് ഇവിടെ തുടരാൻ പറയൂ എന്നാണ് അവളോട് പറയുന്നത്. പക്ഷേ അങ്ങനെ പറയാനുള്ള അവകാശം തനിക്കില്ലെന്ന് പറഞ്ഞ് ജിയൂൺ അവിടെ നിന്നും പോകുന്നു. സത്യത്തിൽ സീവു അവൾ അത് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? ഓഫീസിലേക്ക് മടങ്ങിയ സീവു പ്രസിഡന്റ് ഹാനെ കാണാൻ ആവശ്യപ്പെടുന്നു. കുറച്ചു സമയത്തിനകം അദ്ദേഹം അമേരിക്കയിലേക്ക് മടങ്ങി മാനേജിംഗ് ഡയറക്ടർ സ്ഥാനക്കയറ്റം സ്വീകരിക്കുമെന്ന വാർത്ത ഓഫീസിൽ പരക്കുകയാണ്. അതേസമയം കീത്തേക്ക് മാനേജർ കോയിൽ നിന്ന് സന്ദേശം ലഭിക്കുന്നു. ഒരുമിച്ച് ഡിന്നർ കഴിക്കുന്നതിനിടെ തന്റെ കൂടെ ചേർന്ന് ജോലി ചെയ്താൽ സ്ഥാനക്കയറ്റം ഉറപ്പാണെന്ന് മാനേജർ കോ അവനോട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതേസമയം ജിയോൺ ആർക്കൈവ്സ് റൂമിൽ ജോലി ചെയ്യുകയാണ്. ഹെഡ്ഫോൺ ധരിച്ചതിനാൽ സെക്യൂരിറ്റി ഗാർഡ് വന്ന് മുറി പൂട്ടിയതൊന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല. അവൾ അകത്ത് കുടുങ്ങിപ്പോകുന്നു. സീവു പലതവണ വിളിച്ചെങ്കിലും അവളുടെ ഫോണിന്റെ ബാറ്ററി തീർന്നതിനാൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ സീവു മുഴുവൻ ഓഫീസ് തിരയുകയും ഒടുവിൽ സെക്യൂരിറ്റി ഗാർഡിനെ കൂട്ടി ആർക്കൈവ്സ് റൂം തുറക്കുകയും ചെയ്യുന്നു. അകത്ത് കുടുങ്ങിയിട്ടും ശാന്തമായി ജോലി തുടരുന്ന ജിയൂണിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ ആശ്വാസമാകുന്നു.
എന്തിനാണ് ഇങ്ങനെ സ്വയം ബുദ്ധിമുട്ടുന്നതെന്ന് സീവു ചോദിക്കുമ്പോൾ തന്റെ കാരണത്താൽ അദ്ദേഹത്തിന്റെ കരിയറിന് തടസ്സമാകാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ജിയോൺ പറയുന്നത്. അതാണ് ഒടുവിൽ സീവുവിന്റെ യഥാർത്ഥ വികാരങ്ങൾ തുറന്നു പറയാൻ പ്രേരിപ്പിക്കുന്നത്. താൻ അവളെ സ്നേഹിക്കുന്നുവെന്ന് അദ്ദേഹം അവസാനം സമ്മതിക്കുന്നു. പ്രായവ്യത്യാസവും താൻ വിവാഹമോചിതനാണെന്ന കാരണവും കൊണ്ട് അത് തെറ്റാണെന്നാണ് കരുതിയിരുന്നതെന്നും അവൻ പറയുന്നു. എന്നാൽ ജിയോൺ മറുപടി പറയാൻ പോകുന്നതിനിടയിലാണ് സെക്യൂരിറ്റി ഗാർഡ് എത്തുന്നത്. അതോടെ ഇരുവരും പുറത്തേക്ക് പോകേണ്ടി വരുന്നു. പുറത്ത് കനത്ത മഴ പെയ്യുകയാണ്. മഴയിലേക്ക് ഓടാൻ പോകുന്ന ജിയോണിന് സീവു തന്റെ കുട കൈമാറുന്നു. അവൾ ബസ്സിൽ കയറുന്നുവെങ്കിലും യാത്രക്കിടെ ബസ് തകരാറിലാകുകയും എല്ലാവരും ഇറങ്ങേണ്ടി വരികയും ചെയ്യുന്നു. അപ്പോൾ തന്നെ സീവുവിനെ കാണണമെന്ന ആഗ്രഹം ജിയോണിന് തോന്നുന്നു. അവൾ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവനെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. വിഷമത്തോടെ അച്ഛന്റെ കടയിലേക്ക് എത്തിയപ്പോൾ അവിടെ സീവുവിനെ കണ്ടതോടെ അവൾ അമ്പരക്കുകയാണ്. ഇരുവരും തമ്മിലുള്ള പഴയ ബന്ധം അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത്. സീവുവിന്റെ അച്ഛന്റെ പഴയ സ്പീക്കർ ശരിയാക്കാൻ ജിയോൺ സഹായിക്കാമെന്ന് പറയുന്നു. സ്പീക്കർ നന്നാക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ പ്രായമോ വിവാഹമോചനമോ തനിക്കൊരു പ്രശ്നമല്ലെന്നും അമേരിക്കയിലേക്ക് തിരികെ പോകരുതെന്നും ജിയോൺ അവനോട് പറയുന്നു. ഒട്ടും മടി കൂടാതെ അതിന് സീവു സമ്മതിക്കുകയാണ്. ഒടുവിൽ ഇരുവരും പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞ് മനോഹരമായ ഒരു ചുംബനത്തോടെ അവരുടെ പ്രണയത്തിന് തുടക്കം കുറിക്കുന്നു. എപ്പിസോഡിന്റെ അവസാന രംഗത്തിൽ അമേരിക്കയിലേക്ക് പോകാതെ കൊറിയയിൽ തന്നെ തുടരാനാണ് തന്റെ തീരുമാനമെന്ന് പ്രസിഡന്റ് ഹാനെ സീവു അറിയിക്കുന്നതോടെയാണ് ഈ മനോഹരമായ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.